Good morning, my dear students. In this video, we are discussing about the topic why is cyber security important. Cyber security is important because it encompasses everything that pertains to protecting our personal information, intellectual property, data on governmental and industry information system from theft and damage attempted by criminal and adversaries. Because of the massive increase in hackers and hacking attempts, cyber security has become an unavoidable topic of discussing in the past several years. നമുക്ക് എന്തിനാണെന്നറിയാം സൈബർ സെക്യൂരിറ്റി എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഡേറ്റാസിനെയും അതുപോലെ പേഴ്സണൽ ഇൻഫർമേഷൻസ്, ഗവൺമെൻറ്, ഇൻഡസ്ട്രിയൽ ഇൻഫർമേഷൻസ്, ഇതൊക്കെ ഹാക്കേഴ്സിൽ നിന്നും തീവ്സിൽ നിന്ന് ഡാമേജ് തീവ്സൊക്കെ ഹാക്കേഴ്സൊക്കെ എന്താ ചെയ്യുക? ഇതിനെ ഹാക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തും അല്ലേ? അപ്പോൾ അതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള, അപ്പോൾ ഹാക്കേഴ്സൊക്കെ ഇപ്പോൾ ഈ നൗഡേയ്സ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മുടെ ഡേറ്റാസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സൈബർ സെക്യൂരിറ്റി യൂസ് ചെയ്യുന്നത്. സൈബർ സെക്യൂരിറ്റി ത്രെറ്റ്സ് ഫേസ്ഡ് ബൈ നേഷൻസ്. Since most countries use the internet for one purpose or another, they are exposed to risk that can be used by their political enemies. Any example of such a risk is rigging elections. As mentioned earlier, if the vote counters used in a national elections are connected to the internet, they in theory can be hacked and the votes could potentially be switched to favor of one political candidates over another. Cyber security threats faced by nations. എങ്ങനെയാണ് ഒരു നേഷൻസിനെ ഈ സൈബർ സെക്യൂരിറ്റി ത്രെറ്റ്സ് ഫേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, മോസ്റ്റ് ആയിട്ടുള്ള കൺട്രീസ് നമുക്കറിയാം എലക്ഷൻസ് അല്ലേ? അപ്പോൾ എലക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് മാനുവലി അത് കൗണ്ട് ചെയ്യാൻ ഡിഫിക്കൽട്ടായിരിക്കും. സോ ദേ ആർ യൂസിങ് സം സെറ്റ് ഓഫ് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നു. ആ സോഫ്റ്റ്വെയർസ് അൽഗോരിതംസ് ഒക്കെ യൂസ് ചെയ്താണ് ആ ഒരു എലക്ഷൻസ്, വോട്ടേഴ്സ് എലക്ഷൻ, ആ ഒരു പ്രോസസ്സ് ചെയ്തു വരുന്നത്. അങ്ങനെയുള്ള സമയത്ത് ഈ ഹാക്കേഴ്സ് ആ സോഫ്റ്റ്വെയർസിനെ ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ അകത്തുള്ള ഇൻഫർമേഷൻസ് മാറ്റുവാണെങ്കിൽ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള പൊളിറ്റിക്കൽ കാൻഡിഡേറ്റിനെ അവർക്ക് ജയിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഇതിൽ നിന്നൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മുടെ നേഷൻസിനെ, അതായത് ത്രെറ്റ്സിനെ ഫേസ് ചെയ്യാൻ വേണ്ടി ഈ സൈബർ സെക്യൂരിറ്റി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സൈബർ സെക്യൂരിറ്റി ത്രെറ്റ്സ് ഫേസ്ഡ് ബൈ കമ്പനീസ്. എങ്ങനെയാണ് ഈ കമ്പനീസിനെ ഫേസ് ചെയ്തത് നോക്കാം. മെനി ഓഫ് ദി റിസ്ക് നേഷൻസ് ഫേസ് ഡ്യൂ ടു സൈബർ ത്രെറ്റ്സ് ആർ ഓൾസോ ഷെയർഡ് ബൈ ബിസിനസ്. Business can be charged in intellectual property thief and can also be targeted for ransomware attack. Designs, insider informations and future business plan can possibly be stolen or compromised by hackers. Both large and small business can have employees' information. Their informations can be stolen and employees' account would then be compromised. അതായത് നമുക്കറിയാവുന്ന കാര്യമാണ് കമ്പനീസിനെ എങ്ങനെയാണ് ത്രെറ്റ്സ് ഫേസ് ചെയ്യുക എന്നുള്ളത്. അതായത് അവരുടെ ബിസിനസ് ഇൻഫർമേഷൻസ്, ദെൻ അവരുടെ ഫ്യൂച്ചറായി അവരുടെ ഡിസൈൻ അല്ലെങ്കിൽ ഇൻസൈഡർ ഇൻഫർമേഷൻസ്, ഫ്യൂച്ചർ ബിസിനസ് പ്ലാൻസ്, അതുപോലെ ആ കമ്പനി സ്മോൾ ആയാലും ലാർജ് ആയാലും അതിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ഇൻഫർമേഷൻസ് തുടങ്ങിയ എംപ്ലോയീസിൻ്റെ അക്കൗണ്ട്സുകൾ, സാലറി പേ ചെയ്യുന്ന അക്കൗണ്ട്സ്, അവരുടെ അക്കൗണ്ട് നമ്പർ, എങ്ങനെ എവിടെ നോക്കിയാലും എങ്ങനെയാണെങ്കിലും ഒരു കമ്പനീസിൽ ഈ ത്രെറ്റ്സുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി സൈബർ സെക്യൂരിറ്റി യൂസ് ചെയ്യുന്നു. സൈബർ സെക്യൂരിറ്റി ത്രെറ്റ്സ് ഫേസ്ഡ് ബൈ ഇൻഡിവിജ്വൽ. നോട്ട് ഓൺലി ഡു നേഷൻസ് ആൻഡ് ബിസിനസ് ഫേസ് ത്രെറ്റ്സ് ഫ്രം ദി ആക്ഷൻസ് ആൻഡ് ഇൻറ്റൻഷൻസ് ഓഫ് ഹാക്കേഴ്സ്, ബട്ട് ഇൻഡിവിജ്വൽ ഫേസ് മെനി റിസ്ക് ആസ് വെൽ. It is possible for hackers to commit identity thereafter stealing an individual personal information such as age, name, where they live and financial and payment information. നമുക്കറിയാം, നമ്മളിപ്പോൾ ഓൺലൈനായിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും പറയും ആ ഒരു സൈറ്റ് സെക്യൂർ ആണോ അല്ലയോ എന്ന് നമ്മൾ നോക്കണമെന്ന്. അങ്ങനെ സെക്യൂർ ആയിട്ടുള്ള ഒരു സൈറ്റിൽ നിന്നല്ല നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ, നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഇൻഫർമേഷൻസ് ഫുള്ള് ഹാക്കേഴ്സ് ഹാക്ക് ചെയ്യും, അക്കൗണ്ടിലുള്ള ക്യാഷ് പോവുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ നമുക്ക് തിയറി ആയതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് പോയിൻറ്റ്സുകൾ. ഇവിടെ നമ്മൾ ജസ്റ്റ് ഹെഡിങ്ങും അതിൻ്റെ ചെറിയൊരു എക്സ്പ്ലനേഷനുമേ കൊടുക്കുന്നുള്ളൂ. ബാക്കി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇതിൻ്റെയൊക്കെ പോയിൻറ്റ്സുകൾ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിൻറ്റ്സ്. എന്തിനാണ് സൈബർ സെക്യൂരിറ്റി, എവിടെയൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. താങ്ക്